സ്വിറ്റ്സർലൻഡിൽ പോകാൻ തൽക്കാലം ഇപ്പം പാങ്ങിയില്ലാത്തതുകൊണ്ട് നമുക്ക് മിനി സ്വിറ്റ്സർലൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. ഹായ്, ദിസ് ഇസ് നാജിയ ആൻഡ് വെൽക്കം ടു മൈ ട്രാവൽ സീരീസ്. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ടാണ് ഇറങ്ങിയത്. പോകുന്ന വഴി തന്നെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി ഒതുക്കി നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആക്ച്വലി ദ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റ് 10 times better with that beautiful view. The drive was 10 on 10. കാക്കനാടുന്ന് ജസ്റ്റ് 1 hour ഉള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. വൈകാതെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. അവിടുന്ന് ഒരു 150 meters ഉണ്ട്, ചെറിയൊരു വഴി നടന്നു വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. മഴയുണ്ടായിരുന്നുകൊണ്ട് റെയിൻ കോട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് ഇങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് അങ്ങോട്ട് എത്തി. നമ്മൾ ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഓ ഇത് കാണാനാണോ അത്ര കഷ്ടപ്പെട്ട് വന്നതെന്നൊക്കെ. ഇറ്റ് വാസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് എക്സാക്ട്ലി ലൈക്ക് ഹൗ വി ഇമാജിൻഡ്. ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് നമുക്കൊരു പിക്ചർ ഉണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും, ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു. ആദ്യം ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു തോടുണ്ട്, അത് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ബ്രിഡ്ജ് പോലെ കെട്ടിയിട്ടുണ്ട്. ബാംബൂന്റെ പീസസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി എസ്തെറ്റിക്. ഇത് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പച്ച പുല്ലാണ് നമ്മുടെ ചുറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ തോടുകളുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ വെള്ളം നല്ല ഭംഗിയായിട്ട് ഒഴുകി വരും. മഴ പെയ്ത് തോർന്ന കാലാവസ്ഥയായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും അത് കൂടെ ഇങ്ങനെ നടക്കാം. ഒരു സൈഡിലായിട്ട് പെരിയാർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതിൻ്റെ മറ്റേ സൈഡിൽ ചെറിയ കാടും ഒരു ചെറിയ ചെറിയ മലകളൊക്കെ ആയിട്ട് ഒരു വേറൊരു പാലക്കാടൻ കൊല്ലങ്കോട് വൈബാണ് അവിടെ. നല്ല ഫേവറബിൾ ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു. നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു ക്വിക്ക് മെന്റൽ റീസെറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ദിസ് പ്ലേസ് ഈസ് പെർഫെക്റ്റ് ഫോർ ദാറ്റ്. സ്വിറ്റ്സർലൻഡ് കാണാൻ ഏറ്റവും ഭംഗി മൺസൂൺ സീസണിലാണ്. സോ മഴ തീരുന്നതിന് മുന്നേ പോകാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. സൈനിങ് ഓഫ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.